Meet the editors. ഇടിക്ക് വേഗം വെച്ചോ എന്നതാണ് ചോദ്യം. ഡോക്ടർ അരുണിൽ നിന്ന് തുടങ്ങിയാണ്. ഡോക്ടർ അരുൺ, ഇപ്പോൾ കർത്തയെ പലതവണ വിളിപ്പിച്ചു, കർത്തയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ കർത്തയെ വീട്ടിൽ ചെന്ന് കണ്ടുകൊണ്ട് മൊഴിയെടുത്തിരിക്കുന്നു, എന്തൊക്കെയോ രേഖകൾ പിടിച്ചെടുത്തു എന്നും പറയുന്നു. വേഗം വയ്ക്കുകയാണോ ഇഡിയുടെ നീക്കങ്ങൾക്ക്? തീർച്ചയായിട്ടും വേഗം വയ്ക്കുന്നു എന്നതിന് നമ്മൾ പറയേണ്ടി വരും. അസാധാരണമായൊരു വേഗം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കരുവന്നൂരിൻ്റെ വിഷയത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഇ ഡി വന്നത് മുതൽ തന്നെ വളരെ വേഗത്തിൽ വരുന്നു. പക്ഷേ പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഒരു ദീർഘകാലം പിന്നീട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മുന്നോട്ട് നീക്കുന്നില്ല. ഹൈക്കോടതിയുടെ തന്നെ രൂക്ഷമായ വിമർശനം ഇ ഡി കേൾക്കേണ്ടി വരുന്നു. ഈ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചത് ഇതേ ഇ ഡിയോടാണ്. അപ്പോഴും ഇ ഡിക്ക് കൃത്യമായിട്ട് തെളിവുകളും രൂപങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ അതിനും അപ്പുറത്തേക്ക് ഇ ഡിക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇപ്പോൾ സതീഷ് കുമാർ അടക്കമുള്ള ആൾക്കാരെ പ്രതി ചേർത്തു മുന്നോട്ട് പോകുമ്പോഴും ഇതുവരെയും ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്യാത്തൊരു കേസാണത്. ഇ ഡി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോഴും ഇ ഡി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകൾ ഇ ഡിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇ ഡിയെ ഇപ്പോൾ കുഴക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം പലതരത്തിൽ ബന്ധപ്പെടൽ നോക്കി കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയാണ് എക്സാലോജിക്കിൻ്റെ CMRന്റെ വിഷയത്തിൽ SFI അന്വേഷണം ഏറ്റെടുത്ത് ഇ ഡി ആദ്യഘട്ടത്തിൽ ഒരു റൗണ്ട് പരിശോധനയൊക്കെ നടത്തുന്നു. രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും കരുവന്നൂരിലൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ CMRൽ കൂടി വളരെ വേഗം കാര്യങ്ങൾ വേഗത്തിലാക്കുകയാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കരുവന്നൂരിനേക്കാൾ കൂടുതൽ ഇ ഡിക്ക് സാധ്യതയുള്ളത് CMRലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത് മാസപ്പടി വിവാദത്തിലല്ല കേട്ടോ. മാസപ്പടി വിവാദം 1,72,00,000 രൂപയുടെ വിഷയമാണ്. അതിൽ ടാക്സ് അടച്ച റിട്ടേണുകളുടെ കാര്യത്തിലെല്ലാം IT ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ തർക്കമില്ലാത്ത കാര്യവുമാണ്. അതിൽ SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ഒരു കമ്പനി അഫയേഴ്സ് ആക്ട് പ്രകാരമുള്ള വയലേഷൻ അവിടെ ഉണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ഇ ഡി അന്വേഷിക്കുന്ന കേസിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം 73 കോടി രൂപ നൽകി എന്ന് പറയുന്ന വളരെ വലിയ ഒരു ചോദ്യം മുന്നിലുണ്ട്. ആ വളരെ വലിയ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനുള്ള രേഖകൾ ഇന്നിപ്പോൾ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. എന്ത് രേഖകളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം IT-യുടെ ട്രിബ്യൂണൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്, ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്, ഈ ശശിധരൻ കർത്തയുടെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന വെള്ളക്കടലാസിൽ എഴുതിയിരിക്കുന്ന ചില പേരുകളും ഷോർട്ട് ഫോമുകളുമാണ്. ആ IT സെറ്റിൽമെന്റ് ബോർഡിന് മറ്റൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പല ക്ലെയിമുകളും റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അത് പിന്നീട് സെറ്റിൽ ചെയ്ത് പോവുകയും ചെയ്തു. അതുകൊണ്ട് ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് രേഖകൾ കണ്ടെടുത്തു എന്ന് ഇ ഡി പറയുന്നു എന്നതിനുമപ്പുറം ഏതൊക്കെ രേഖകളാണ് കണ്ടെടുത്തതെന്ന് നമുക്ക് വ്യക്തമല്ല. അങ്ങനെയാണെങ്കിൽ വളരെ പ്രമുഖരായ നേതാക്കളുടെ പേര് നേരത്തെ IT സെറ്റിൽമെന്റ് ബോർഡിൽ ഉള്ളതുപോലെ അതിൽ UDF നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയുടെ, ഒപ്പം ഉമ്മൻചാണ്ടിയുടെ, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പേരുകൾ അതിലുണ്ട്. ഒപ്പം PV എന്ന പേരിൽ പിണറായി വിജയന്റെ പേരും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പണം ക്യാഷായി കൊടുത്തത് ഇ ഡി കണ്ടെത്തുമോ? അതിന് ഇ ഡിക്ക് എവിടെ നിന്ന് തെളിവ് കണ്ടെത്താനാണ്? ഇതൊരു കൈതോലപ്പായയിലെ വിവാദം പോലെ കെട്ടടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് ഈ കേസിലൊന്നും സംഭവിക്കില്ല. പക്ഷെ അന്വേഷിച്ചു പോയാൽ തുമ്പുകൾ ഇ ഡിക്ക് കണ്ടെത്താൻ സാധ്യതയുള്ളൊരു കേസാണ് കരുവന്നൂരിനും അപ്പുറം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അസാധാരണമായ വേഗം കരുവന്നൂരിലും CMRലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ചില കേസുകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ഇതേ സഹകരണ സ്ഥാപനങ്ങൾ തന്നെ ഫ്രോഡുലൻസ് കാണിച്ച കേസുകൾ. അതിലൊന്ന് ഗുജറാത്തിലെ 11 ബാങ്കുകൾ നടത്തിയിരിക്കുന്ന വലിയ തട്ടിപ്പ് കേസുണ്ടായിരുന്നു. അത് ഗുജറാത്ത് ജില്ലാ സഹകരണ ബാങ്കുകളിൽ 3,218 കോടിയുടെ നിക്ഷേപം ഡീമോണിറ്റൈസേഷന് ശേഷം വന്നത് BJPയുമായി ബന്ധപ്പെട്ട ബാങ്കുകളിലാണ് എന്ന് കോൺഗ്രസിന് അലിഗേഷൻ നടത്തിയിരുന്നു. അന്വേഷണം എവിടെ വരെ എത്തി? ആദർശ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 9,000 കോടി രൂപയുടെ വലിയ രീതിയിലുള്ള നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെയാണ്. ഇപ്പോൾ എക്സാലോജിക്കിന്റെ വിഷയം അന്വേഷിക്കുന്ന SFIO. ഇതിനെ പിന്തുടർന്ന് ഇ ഡി എന്തുകൊണ്ടാണ് ആദർശ് കോപ്പറേറ്റീവ് സ്കാമിൽ പോകാത്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കളർ കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്നിരിക്കുന്നതും സമാനമായ രീതിയിലുള്ള ഒരു കുംഭകോണമാണ്. അവിടെയും ഇ ഡി അന്വേഷണം വേഗത്തിലാക്കിയിട്ടില്ല. അപ്പോൾ സെലക്റ്റീവായിട്ട് ഇ ഡി വേഗത്തിലാക്കുന്നുണ്ട് അന്വേഷണം എന്ന് തന്നെയാണ് പറയുന്നത്. കരുവന്നൂരിനേക്കാൾ കൂടുതൽ സാധ്യത CMRലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി സുജിയ, ഇ ഡിക്ക് വേഗം വെച്ചു.
ഇഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചില ചോദ്യം ചെയ്യലുകൾ നടക്കുമ്പോൾ അതുപോലെ തന്നെ അവരുടെ അന്വേഷണ വിവരങ്ങളെല്ലാം പരസ്യമാക്കിക്കൊണ്ടല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയുമാണ്. ചില ആളുകളുടെ ചോദ്യം ചെയ്യൽ ചിലരെ വിളിപ്പിക്കുമ്പോൾ അത് മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു, അപ്പോൾ വേഗം വെച്ചുവെന്ന് സ്വാഭാവികമായി തോന്നും. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ CMRL MD ശശിധരൻ കർത്തയുടെ ഹർജി അത് വെള്ളിയാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് തന്നെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നത് ഒരു തരത്തിൽ വേഗം വെക്കലാണ്. അതുകൊണ്ട് വേഗം വെച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാണ് CMRLന്റെ MD ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് വീട്ടിലെത്തി മൊഴിയെടുക്കുന്നു. പുറത്തു വരാത്ത വിവരങ്ങൾ അതാണ് മൊഴിയായി ഇഡിക്ക് വേണ്ടത്. CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് CMRL MD ശശിധരൻ കർത്തയിൽ നിന്നും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്, ക്രോസ് ചെക്ക് ചെയ്ത് അതുതന്നെയാണോ കാര്യങ്ങൾ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ ചോദ്യം ചെയ്യലിലൂടെ അല്ലെങ്കിൽ വിവരങ്ങൾ തേടുന്നതിലൂടെ നടത്തിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇവിടെ ദുരൂഹമായ ഒരു പണമിടപാടുണ്ട്, അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ ദുരൂഹമായ പണമിടപാട് നടത്തിയ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി, അത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. വീണ വിജയൻ എന്ന ആ വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിൻ്റെ എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ സ്വകാര്യ കമ്പനിയുടെ ആ സ്വകാര്യ ബിസിനസ് ഇടപാടിൻ്റെ രാഷ്ട്രീയ ഭാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പേറുന്നത് ഇടതുപക്ഷമാണ്, മുഖ്യമന്ത്രി നേരിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കാലയളവിൽ ഇഡിക്ക് വേഗം വെക്കുന്നത്, അലട്ടുന്നത്, അലോസരപ്പെടുത്തുന്നത് CPIM-നെയും മുഖ്യമന്ത്രിയെയുമാണ്. 20 മണ്ഡലങ്ങളിലുമുള്ള ഇടത് സ്ഥാനാർത്ഥികൾക്ക് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമായി CMRL MDയെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണം, SFIO അന്വേഷണം മാറുന്നു എന്നുള്ളതാണ് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. ഈ മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. എങ്കിലും മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ സർക്കാരും CPIM-ഉം ഒക്കെ അസാധാരണ വേഗത്തിൽ, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അസ്വാഭാവികത ഇടപെടലിൽ, പിന്തുണയ്ക്കുന്നതിൽ, ഏറ്റെടുക്കുന്നതിൽ, സംരക്ഷിക്കുന്നതിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ് വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യ കമ്പനി എക്സാലോജിക് അതിനെ പതിവിലും അധികം വേഗത്തിൽ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ അത്രയും വേഗം എന്തായാലും ഇഡിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 1,72,00,000 രൂപ വാങ്ങിയിട്ടുണ്ടോ? ആ തുക എന്ന് പറയുന്നത് കള്ളപ്പണമാണോ? അതാണ് ഇഡി അന്വേഷിക്കുന്നത്. സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു ഇടപാടാണോ നടന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടുകയാണ്. ആ പരിശോധന പൂർത്തിയാകാതെ നമുക്കതിൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയില്ല. പക്ഷേ ഈ വിഷയത്തിൽ CPIM എത്തിപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഒഴിഞ്ഞു മാറിയാലും ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ ഈ CMRL, അതായത് ഈ മാസപ്പടി വിവാദം CPIM-നെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഈ വീണ വിജയൻ കരിമണൽ കമ്പനിയായ CMRL നിന്ന് ഓരോ മാസവും പണം വാങ്ങിയെന്നുള്ള പരാമർശം വരുന്നത്. അതുകൊണ്ടാണ് അതിനെ മാസപ്പടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാസപ്പടി എന്ന് പറയുന്നതിലെ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ? അതാണ് അറിയേണ്ടത്. അപ്പോൾ പാർട്ടി തുടക്കത്തിലെ തന്നെ പ്രതിരോധിക്കുന്നുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പ്രാഥമിക അന്വേഷണം, അതിനുശേഷം SFIO അന്വേഷണം, അതിലേക്കൊക്കെ എത്തുമ്പോൾ അതിൽ പൊതുമേഖലാ സ്ഥാപനം തന്നെ മറ്റൊരു അഭിഭാഷകനെ വെക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനത്തിനും ഒക്കെ KSIDC-ക്കും ഒക്കെ പ്രത്യേക അഭിഭാഷകൻ വരുന്നു, നിയമോപദേശം വരുന്നു. അങ്ങനെ അവിടെ കൂടിയ വേഗത്തിൻ്റെ അത്രയും ഇവിടെ കൂടിയിട്ടില്ല. പക്ഷേ ഇഡി കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. തെളിയേണ്ട കാര്യങ്ങൾ തെളിയട്ടെ എന്നുള്ളതാണ്. KSIDC-യാണ് ആദ്യം SFIO അന്വേഷണത്തെ പ്രതിരോധിക്കാനായി കോടതിയെ സമീപിച്ചത്, മുതിർന്ന അഭിഭാഷകനെ ഇറക്കിയത്. അപ്പോൾ ആ രീതിയിലുള്ള മറുഭാഗത്തെ നീക്കങ്ങളും അതിവേഗത്തിൽ നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പാണ്, 9 ദിവസമേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാം? ഇഡി തേടുന്ന രീതിയിലുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ശശിധരൻ കർത്ത എന്ന CMRL MDയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സാലോജിക്കിന്റെ MD മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി വിജയനെയും സമാന രീതിയിൽ വിളിപ്പിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെത്തി ചോദ്യം ചെയ്തെന്നവരും, താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണെങ്കിൽ അവിടേക്ക് പോയെന്നവരും. ശരി, ഇഡിക്ക് വേഗം വെച്ചോ എന്ന ചോദ്യത്തിന് ഇഡിക്ക് വേഗം വെക്കുന്നു. അതിൽ രാഷ്ട്രീയ വേഗമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുജയ പറഞ്ഞതുപോലെ തന്നെ അടുത്ത നീക്കം എന്തായിരിക്കും? മുഖ്യമന്ത്രിയുടെ മകളിലേക്കാണ് എത്തുക? എന്തോ ഒരു നീക്കം വരാനിരിക്കുന്നു എന്നുള്ള തോന്നൽ CPM-നുമുണ്ട്. ആ രൂപത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക നീക്കമായി തന്നെ അതിനെ വിലയിരുത്തണം. മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്ന പോലെ തന്നെ കേരളത്തിലും ആ രൂപത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു കേസുണ്ട്, പക്ഷേ ആ കേസിന് പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രം വേഗം വെക്കുകയും പ്രത്യേക ഘട്ടങ്ങളിൽ പതുക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വർണ്ണക്കടത്തിലും കണ്ടതാണ്. നിർണായകമായ വിവരങ്ങൾ കിട്ടിയെന്നുള്ളത് പലതവണ വായിച്ചതാണ്. കുരുക്ക് എന്നുള്ള കാര്യം നമ്മൾ പലതവണ വായിച്ചതാണ്. പക്ഷേ ആ കുരുക്കൊക്കെ പിന്നീട് എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലും കരുവന്നൂരിനേക്കാൾ വേഗം ഈ CMRL കേസിനുണ്ട്. ഇപ്പോൾ കർത്തയ്ക്ക് പാർക്കിൻസൺസ് രോഗമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി എന്ന് ചോദ്യം ചെയ്യും. അവിടെ നിന്ന് പ്രത്യേക രേഖകൾ കണ്ടെത്തിയെന്നുമാണ് പറയുന്നത്. ഒരു ചോദ്യം ചെയ്യലിൻ്റെ നിൽക്കുന്ന ഒരു ആൾ വീട്ടിൽ രേഖകൾ സൂക്ഷിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഏറിൽ നിർത്തുക ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളത് പ്രത്യേക രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഇതിപ്പോൾ 9 ദിവസമാണ് ഉള്ളത്. ഈ 9 ദിവസത്തിനിടയ്ക്ക് എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുനി ബാലകൃഷ്ണൻ.
ഞാൻ ഈ കേസിനപ്പുറത്ത് ഇപ്പോഴത്തെ ഈ EDയുടെ വേഗതയുടെ രാഷ്ട്രീയം മാത്രം എൻ്റെ മനസ്സിലാക്കലിലുള്ള രാഷ്ട്രീയം പറയാം. ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞൊരു വാക്കുണ്ട്, ഇടതുപക്ഷത്തിന് മേൽ മാസപ്പടി എടുത്തു വച്ചിരിക്കുന്ന രാഷ്ട്രീയ ഭാരം. ആ രാഷ്ട്രീയ ഭാരത്തിന് 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക കേരളത്തിൽ? ഇപ്പോൾ കരുവന്നൂരാണ് എങ്കിലും അതുപോലെ തന്നെ ഈ എക്സാലോജിക്കിൻ്റെ കേസാണെങ്കിലും ED ഇത്ര വേഗത്തിൽ ആ അന്വേഷണങ്ങൾ നടക്കുകയും അതെല്ലാം തന്നെ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസ് ആവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെയൊക്കെ ചർച്ചകളിൽ അത് വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ED അന്വേഷണത്തിൻ്റെ വേഗത യഥാർത്ഥത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനാണ് അഥവാ UDF-നാണ്. കാരണം ഈ എക്സാലോജിക്കും കരുവന്നൂരുമൊക്കെ ഒരു ആൻറ്റി ഗവൺമെൻറ് വേവ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന കോൺഗ്രസിന് ഇവിടെ ഗുണം ചെയ്യുന്നൊരു നീക്കം നടത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഈ അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലും ആറ്റിങ്ങിലും നടത്തിയ പ്രസംഗത്തിലും ഈ കോൺഗ്രസിനെ അങ്ങ് മാറ്റി UDF-നെ അങ്ങ് ഒഴിവാക്കിയിട്ട് LDF സർക്കാരിനെയാണ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയും സർക്കാർ വലിയ കൊള്ളക്കാരുടെ ഒരു സർക്കാരായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തറപറ്റിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് BJP കരുതുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം എപ്പോഴൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ബദൽ സംവിധാനം ദേശീയ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരസ്കരിക്കാവുന്ന കാര്യമല്ല. അത് പല ഘട്ടത്തിൽ 79-ലാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് 96-ലാണ് എങ്കിലും 2004-ലാണ് എങ്കിലും ഒക്കെ ദേശീയ ബദൽ രൂപപ്പെടുത്തുന്നത്, അത് കോൺഗ്രസിനും ഒക്കെ എതിരായിട്ടും ബദൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇടതുപക്ഷം. ആ രീതിയിൽ ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ എപ്പോഴും വളരെ ആശയപരമായും അതുപോലെ തന്നെ നിർണായകമായ റോൾ വഹിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷം ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ സാധ്യതയുള്ള ഏക സംസ്ഥാനം കേരളമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പം നിലവിൽ CPM-നാകെ 3 സീറ്റാണുള്ളത്. ബംഗാളിലൊന്നും സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല, ത്രിപുരയിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയാലായി, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിജയിച്ചു വന്നാലായി. എന്തായാലും കേരളമാണ് ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇപ്പോൾ ആകെ രാജ്യത്തുള്ളത്. അപ്പോൾ അവിടെ അവരെ അസ്തമിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഭീഷണിയെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ കുറച്ച് കോൺഗ്രസ്സുകാർ നേട്ടമുണ്ടാക്കിയാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പിടിക്കാമല്ലോ. അപ്പോൾ അതിനേക്കാൾ കോൺഗ്രസിനേക്കാൾ വലിയ അപകടകാരിയായിട്ട് കേരളത്തിൽ അവർ കാണുന്നത് LDF-നെ ആയിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ബദൽ സൃഷ്ടിക്കുന്നതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണെന്നും അതുകൊണ്ട് അവരില്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് അധികാര രംഗങ്ങളിൽ നിന്നും, അതായത് ഞാൻ പറഞ്ഞ പാർലമെൻറ്റിൽ നിന്നും എന്ന് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു സഹായമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 10 ദിവസം മുമ്പ് വന്ന് ഈ LDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസംഗം നടത്തിയത്. തൊട്ടു പിന്നാലെ SFIOയും EDയുമൊക്കെ ഈ പറയുന്ന കരുവന്നൂരും എക്സാലോജിക്കുമൊക്കെ അതിശക്തമായി അന്വേഷണമൊക്കെ വ്യാപിപ്പിക്കുകയും വിപുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, EDക്ക് വേഗം വെച്ചോ എന്ന ചോദ്യത്തിന് വേഗം വെച്ചു എന്ന് തന്നെയാണ് 4 പേരും അഭിപ്രായപ്പെടുന്നത്. Meet the editors.